ആരംഭിക്കുകയാണ്. സ്ട്രീമിംഗിൽ എല്ലാവരെയും നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഗാലറിയുടെ ഓപ്പോസിറ്റ് ഗാലറിയുടെ മുൻപിലായിട്ട് വെച്ചിരിക്കുന്ന കുടകൾ നമ്മളുടെ സ്റ്റേഡിയം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സർബത്തിന് പങ്കെടുക്കുവാൻ വേണ്ടി എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു കർത്താവാകുന്നു, യേശു ദൈവമാകുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശുവേ നിങ്ങൾ വയറ് അടുത്ത് നടക്ക്, എടുത്തോന്ന് പറഞ്ഞേ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു സൃഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പെട്ടെന്ന് നോക്കിയിട്ട് വരാം, പെട്ടെന്ന് പോയിട്ടോ. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, യേശുവേ
ശുശ്രൂഷകളിൽ വലിയ ദൈവ സ്നേഹവും അതോടൊപ്പം ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തിന്മകളും അന്ധകാരങ്ങളൊന്നും നമ്മളെ ഒരിക്കലും ബാധിക്കാതിരിക്കാൻ വേണ്ടി ദൈവിക സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനത്തെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഭരിക്കട്ടെ, കർത്താവ് നിയന്ത്രിക്കട്ടെ. പ്രത്യേകിച്ച് അവിടെ നല്ല കാലാവസ്ഥ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ആത്മാവ് ക്രമീകരിച്ചിരുന്നു. അവിടെ ഒരുപാട് നന്ദി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടോടെ പാടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിട്ട് ഉച്ചരിച്ചിൽ മുഴുവനും ആത്മാവ് വലിയ അഭിഷേകമായി നമ്മളെ എങ്ങനെ കാണുന്നു പെട്ടെന്ന് ഓൺലൈനിലൂടെ കാണുന്ന എല്ലാവരുടെയും പരിശുദ്ധാത്മാവ് അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി പരിശുദ്ധാത്മാവ് സ്നേഹാത്മയായി കടന്നു വരണം. പരിശുദ്ധാത്മാവെ നമ്മൾ അഭിഷേകം ചെയ്യണമേ. സ്ഥാപിക്കൽ അഭിഷേകം ചെയ്യണമേ. ഉൾപ്പെടെ പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാരെയും എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ ആത്മായ ശുശ്രൂഷകൾ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇവിടെ വലിയ ദൈവസ്നേഹം വിശ്വാസമാകട്ടെ. പരിശുദ്ധാത്മാവെ 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 അഭിഷേകം പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണം. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ആത്മാവിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പിതാവേ മഹത്വം ഹല്ലേലൂയ ആരാധന. ചടങ്ങിന് കന്യമുഹൂർത്തം ക്രിസ്ത്യൻ സ്റ്റേഡിയം നോർത്ത് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത്. എനിക്ക് ചാർജറിങ് കൊടയും കുരിശും വഹിച്ചുള്ള പ്രദക്ഷിണം സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം പ്രവേശിക്കുമെന്നാണ് സമയത്തിന്റെ എല്ലാവിധ ടൈമിങ്ങും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗായകസംഘം സ്വർഗത്തിൽ നിന്നും നീ വരൂ ചേർന്ന് പാടാ ജീവനായി വന്നു വാതിരൂ സ്നേഹന്മാരി നിറഞ്ഞപ്പോ
നിൽക്കുക കൊയർ പറഞ്ഞു ജോസിൽ ആ ചാർജർ നമ്മുടെ കുത്തുന്ന സാധനം അത് താ ഞാൻ തരാം ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറ. മനോഹരമായി അലങ്കരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ മെത്രാഭിഷേകത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ ബലിപീഠത്തിലേക്ക് മുൻ പുറകിലാണ് ഞാൻ നിൽക്കുന്നത്. ക്രിസ്ത്യൻ സ്റ്റേഡിയത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി പ്രഥമ മെത്രാനെ വാഴിക്കുന്ന ആ ഭക്തി നിർഭരമായ ചടങ്ങിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ബലിവേദിയുടെ പിന്നിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മുന്നിലായി ഏതാണ്ട് 10,000-ഓളം വരുന്ന സീറോ മലബാർ സഭാംഗങ്ങൾ, കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ പ്രാർത്ഥനയുടെ അരൂപിയിൽ അവരവരുടെ സ്ഥാനങ്ങൾ ഇരിപ്പിടങ്ങളിലിരുന്ന് പ്രാർത്ഥനയോടെ തിരുക്കർമ്മങ്ങൾ നോക്കിക്കാണാൻ എത്തിയിരിക്കുകയാണ്. മൂന്ന് ഇരിപ്പിടങ്ങൾ ബലിവേദിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ബിഷപ്പ് മൈക്കിൾ കാമ്പൽ, ലങ്കാസ്റ്റർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മൈക്കിൾ കാമ്പൽ, മാതർ ജോസഫ് കലറങ്ങാട്ട്, മാതർ ജോസഫ് പെരുന്തോട്ടം. പെട്ടെന്ന് എടുക്കാമെന്ന് ചോദിച്ചേ, പെട്ടെന്നാണ് കർദിനാൾ ആലഞ്ചേരി പിതാവ് എന്നിവർക്കുള്ള ബലിപീഠങ്ങൾ ഇരിപ്പിടങ്ങൾ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. അതോടൊപ്പം സെന്റ് തോമസിൻ്റെയും അൽഫോൻസാമിയുടെയും തിരുസ്വരൂപങ്ങൾ ഈ ബലിവേദിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മാർത്തോമ കുരിശും അതോടൊപ്പം സ്ഥാപിച്ചിട്ടുണ്ട്. Praise the Lord. Hallelujah. Could you all please be silent to listen the voice of the Lord? God is inspiring at this time of anointing. Please be silent. നിശബ്ദമായി ഈ ശുശ്രൂഷകളില് ആദ്യന്തം പങ്കെടുക്കണമെന്ന് വിനയപുരസ്സരം നിങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. പ്രാർത്ഥനാ ശുശ്രൂഷയുടെയും അനുഗ്രഹാഭിഷേകത്തിന്റെയും പരിശുദ്ധ കന്യക മാതാവിന്റെ മാധ്യസ്ഥ പ്രാർത്ഥനയുടെയും കൃപ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയി. ഇനി അങ്ങോട്ട് ആ വിശുദ്ധിയുടെ നിമിഷങ്ങളിലേക്ക് അഭിവന്യ മാർ ജോസഫ് സാമ്പിക്കൽ പിതാവിന്റെ മെത്രാഭിഷേക ശുശ്രൂഷയിലേക്ക് ഗ്രേറ്റ് ബ്രിട്ടനിലെ സീറോ മലബാർ വിശ്വാസികൾക്കായുള്ള രൂപതയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിലേക്ക് ഈ രൂപതയില് അഭിവന്യ സാമ്പിക്കൽ പിതാവ് സ്ഥാനാരോഹണം ചെയ്യുന്ന ആ വിശുദ്ധ കർമ്മത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഈ ദിവസം ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ബഹുമാന്യരായ വൈദികരും സന്യസ്തരും വിശ്വാസി സമൂഹവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രസ്, മീഡിയ സഹായികളും സഹകാരികളും ഈ തിരുക്കർമ്മങ്ങൾക്ക് ഈ ദിവസത്തെ അനുഗ്രഹമാക്കുവാൻ വേണ്ടി അക്ഷീണം യത്നിക്കുകയും സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത വോളണ്ടിയേഴ്സ്, stewards, and each and every one of you are cordially welcomed. It is a
city of the peace. President Paul Preston and Priest Town welcomes you all to the Deepdale Stadium, where we are going to witness the great anointing of Mark Joseph Sambikal as the bishop-elect, who is going to be the bishop ചാർജർ of ചാർജർ എടുത്തേ Syro ചാർജർ Malabar Eparchy of Great Britain, who has its see in this city of Preston, which is known by name എനിക്ക് ചാർജർ Lord ഉണ്ടോ ഐഫോൺ Preston. ചാർജർ ഉണ്ടോ എല്ലാ വിശ്വാസി സമൂഹത്തിനും അഭിവന്ദ്യനായ വൈദികർക്കും സന്യാസിനി സഹോദരങ്ങൾക്കും അവിടെ നിൽക്കേ വൈദിക മേലധ്യക്ഷന്മാർക്കും വളരെ ഹൃദയപൂർവ്വമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ദിവസത്തിന്റെ ക്രമീകരണത്തെക്കുറിച്ചും മറ്റ് തിരുക്കർമ്മങ്ങളുടെ ഭംഗിയായ നടത്തിപ്പിനെ കുറിച്ചും ഈ ദിവസം നമുക്ക് വേണ്ടി ഈ തിരുക്കർമ്മങ്ങളുടെ വ്യാഖ്യാനം നൽകുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് പന്തമാക്കലച്ചൻ ഇപ്പോൾ സംസാരിക്കുന്നതാണ്. നിങ്ങൾ ഇത് മതി ഇത് ശ്രദ്ധാപൂർവ്വം ചാർജ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കൊടുത്താൽ മതി. ആ അല്ലല്ല ഇത് ചാർജാ എന്താ പറയുക നമ്മുടെ ഐഫോണിന്റെ ചാർജറല്ലേ ചാർജ് ചെയ്യുന്നത് ആ കേബിൾ ഡ്യുവൽ ചാർജറാണ് ചാർജർ റെക്കോർഡാണ് ചോദിച്ചു നോക്കിയേ അല്ല സ്പെയർ ഉണ്ടെന്ന് ചോദിച്ചാൽ മതി സ്പെയർ ഉണ്ടെങ്കിൽ മതി സ്പെയർ ഉണ്ടെങ്കിൽ മതി സ്പെയർ ഉണ്ടെങ്കിൽ മതി ഇവിടെ നിന്ന് അങ്ങ് എടുത്താൽ മതി കേട്ടോ ഇവിടെ അങ്ങ് ഒതുക്കി നിന്നു ടേബിൾ നോക്കട്ടെ ഉണ്ടോ നോക്കട്ടെ അപ്പൊ അങ്ങോട്ട് പോ
Praise the Lord. നാം എവിടെയായിരിക്കുന്നത് ദൈവാരാധനയ്ക്കാണ്, പ്രാർത്ഥിക്കുവാനാണ്, അഭിഷേകത്തിന് നിമിഷങ്ങളിൽ ആയിരിക്കാനാണ്. യാതൊരു കാരണവശാലും മനോഹരമായ ഈ പുൽത്തകിടിയിലേക്ക് ഇറങ്ങുവാനോ അതിൻ്റെ ആ മനോഹാരിതയെക്കുറിച്ച് കൊതിവിടാനോ പാടില്ല. ചില കുട്ടികളൊക്കെ ഇങ്ങനെ അവർ അസ്വസ്ഥരായിരിക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി കളിക്കട്ടെ എന്ന് തോന്നിയേക്കാം. പക്ഷേ കൺട്രോൾ യുവർ സെൽഫ്. കീപ് യുവർ ചിൽഡ്രൻ യുവർ ഓൺ കസ്റ്റഡി പ്ലീസ്. ഈ വേദിയുടെ അങ്ങോളം ഇങ്ങോളം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലല്ലാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് ആരും സഞ്ചരിക്കാൻ പാടില്ല. ഇൻക്ലൂഡിംഗ് ദ വോളണ്ടിയേഴ്സ്. At present, Pope Francis appointed Father Joseph Schrambiker from the Eparchy of Pali as the first bishop. Father Schrambiker was born on 11th August 1967 at Uraligunam in the Eparchy of Pali as the fourth child of the 6 children of late Mr. Matthew and Miss Elikuti Schrambiker. He had his school education from LP School Valiyabataram, St. George UP School Uraligunam, and St. Joseph's High School Vilagomadam. He had his pre-degree, degree and postgraduate studies in political science from St. Thomas College, Pali. He also secured his B.Ed from St. Thomas Training College, Pali, and M.Ed from Mangalore University, Karnataka. He has also obtained master's degree in Oriental Theology from Oxford University, England. He had his minor seminary formation in Good Shepherd Seminary, Pali, and philosophical studies in St. Thomas Apostolic Seminary, Vadavalu, Hotel. He was sent to Collegio Urbano, Rome for theological studies. He secured a bachelor's degree in theology and a licentiate in biblical theology. He was ordained priest on 12th August 2000 by Bishop Joseph Pallikaparamal. He knows the languages Malayalam, English, Italian, and German. After his ordination, Father Schrambiker rendered his service as teacher in the Eparchy Minor Seminary of Pali, Mar Ephraim Formation Center, and in St. Thomas Training College, Pali. He also served as the founder director of both Masniva Nursing College, Chernobyl, and Mount Nebo Retreat Center, Wagaman. He was coordinator of the Eparchy Evangelization Program and director of Kurima Kutaima, Eparchy Charismatic Movement, Jesus Youth, Bible Convention, Prayer Centers, etc. From 2005 to 2013, he was secretary of Pali Eparchy Medical Education Trust. From 2012 until the appointment as vice rector of the Pontifical Collegio Urbano in Rome on 31st August 2013, he was secretary to Bishop George Philemon. He has also done pastoral ministry in St. Alphonsus Parish, Mandinari, in the Eparchy of Velpamadi, during his studies in Mangalore and in England during his studies at Since last year, during this year of mercy, the more than 1,000 missionaries of mercy chosen by Pope Francis was the Bishop of Joseph Schrambiker. If you are not
മേൽപ്പട്ടം നൽകൽ ശുശ്രൂഷയുടെ പ്രാരംഭമായിട്ടുള്ള പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. മേൽപ്പെട്ട ശുശ്രൂഷയ്ക്കായി നിയുക്തനായ ബഹുമാനപ്പെട്ട ജോസഫ് ശ്രാമ്പിക്കലച്ചന് അഭിഷേക കർമ്മം നിർവഹിക്കാനായി എത്തിയിരിക്കുന്ന അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കാർഡിനൽ ആലൻശ്ശേരി പിതാവും മെത്രാൻമാരും വൈദികരും പ്രസ്റ്റൺ സ്റ്റേഡിയത്തിലെ ശുശ്രൂഷാ വേദിയിലേക്ക് ആനയിക്കപ്പെടുന്നു. The liturgical procession begins. Priests, bishops, the archdeacon, the celebrants, ചാർജർ ഐഫോണിന്റെ ഐഫോണിന്റെ ചാർജർ ഉണ്ടോ? സ്പെയർ ഉണ്ടോ? ഞാൻ എടുത്തിട്ടുണ്ട്. അല്ല ഇതൊന്ന് കുത്തിയാൽ മതി. ഇത് ഐഫോണിന്റെ ചാർജ് എവിടെയാ? ഐഫോണിന്റെ കേബിൾ മാത്രം മതി എനിക്ക്. ഒന്ന് സ്പെയർ ഉണ്ടെന്നാ പറഞ്ഞ മേളിൽ സിബിച്ചേനെ കോണ്ടാക്ട് ചെയ്താ പറഞ്ഞേ. ഇവിടെ നല്ല സുഹൃത്ത്. accompanied by candles, the St. Thomas Cross, censer and gospel lectionary. മേളിൽ ഉണ്ടോ? As the procession the sanctuary places the celebrants standing in front of the altar face the people while the bishop elect and the archdeacon stand facing the celebrants. As the lecture of appointment is read out, the bishop elects to his ഇതേ ചാർജ് ചെയ്തോണ്ടിരിക്കുന്നത്. നേരം ഗെയിമിംഗ് തരണം. താങ്ക് യു. എപ്പം ഒരു 1 hour അല്ല അരമണിക്കൂർ പ്രദക്ഷിണത്തിന്റെ ഏറ്റവും മുൻപിലായി എവിടെ എത്തിക്കും? എവിടെ ആരെ കൊടുക്കണ്ട പറ. പാപമോചനത്തിന്റെ പ്രതീകമായ യോഹന്നാൻ മാംദാനിയെ പോലെ കർത്താവിന്റെ പ്രതീകമായി സ്ലീവായ്ക്ക് വഴിയൊരുക്കി കടന്നു വരുന്നു. പാപത്തെയും മരണത്തെയും കീഴടക്കി മഹത്വം പ്രാപിച്ച ഉജ്ജ്വലനായ ഈശോ മിശിഹായുടെ പ്രതീകവും മാർത്തോമ നസ്രാനികളുടെ വിശ്വാസ മുദ്രയും ഔദ്യോഗിക ചിഹ്നവുമായ മാർത്തോമ ശ്ലീവായാണ് തുടർന്ന് സംവഹിക്കപ്പെടുന്നത്. ഈ ശ്ലീവായുടെ പാതയിലാണ് ഒരു മേൽപ്പട്ടക്കാരൻ ചരിക്കേണ്ടത്. ഈ ശ്ലീവായുടെ തണലിലാണ് അദ്ദേഹം അഭയം പ്രാപിക്കേണ്ടത്. തുടർന്ന് സംവഹിക്കപ്പെടുന്ന ഏവൻഗേലിയോൻ അഥവാ സുവിശേഷ ഗ്രന്ഥം സത്യവിശ്വാസം പഠിപ്പിക്കുവാനും പ്രഘോഷിക്കുവാനും കടപ്പെട്ടവനാണ് മേൽപ്പട്ടക്കാരൻ എന്ന് സൂചിപ്പിക്കുന്നു. പഴയ നിയമ പുതിയ നിയമ പാരമ്പര്യങ്ങളുടെ പ്രതീകമായി കത്തിച്ച 2 തിരികൾ ഏവൻഗേലിയോന്റെ ഇരുവശങ്ങളിലുമായി സംവഹിക്കപ്പെടുന്നു. തുടർന്ന് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ബഹുമാനപ്പെട്ട വൈദികരും മെത്രാന്മാരും മെത്രാപ്പൊലീത്തമാരും കടന്നു വരുന്നു. അവരുടെ പിന്നിലായി പട്ടക്കാരന്റെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് നിയുക്ത മേൽപ്പട്ടക്കാരൻ പ്രാർത്ഥനാ നിരതനായി നീങ്ങുന്നു. പ്രദക്ഷിണത്തിന്റെ ഏറ്റവും പിന്നിലായി അർക്കദിയാക്കോനും സഹകാർമ്മികരായ മെത്രാന്മാരും കാർമ്മികനായ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പും ശുശ്രൂഷാവേദിയിലേക്ക് നീങ്ങുന്നു. കരുണയുടെ ഈ അസാധാരണ ജൂബിലി വർഷത്തിൽ കാരുണ്യവാനായ ദൈവം ഗ്രേറ്റ് ബ്രിട്ടനിലെ സീറോ മലബാർ മക്കളോട് കാണിച്ച അനന്തമായ കരുണയും കൃപയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് തീർത്ഥാടക സഭയോട് ചേർന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥനാപൂർവം പങ്കുചേർന്നുകൊണ്ട് പ്രദക്ഷിണത്തിനായിട്ട് ആത്മന പങ്കുചേരാം. ഗായക സംഘം ആലപിക്കുന്ന ഗാനത്തിൽ ധാരാത്മകമായി ഉൾച്ചേർന്നുകൊണ്ട് അഭിമന്യ പിതാവിന് വേണ്ടിയും നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷകന്റെ തിരുസഭയിൽ
Good afternoon and a very warm welcome to this Episcopal ordination. We are entitled to follow the rules and regulations of the Preston Northern Stadium, so please do not let your children go near the pitch. Please listen carefully to the following safety information. Dear parents, make sure your kids are with you at all times. If you have any queries, please approach the volunteers. മാതാപിതാക്കളെ ശ്രദ്ധിക്ക്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാകണം.
അപ്പുറമുണ്ട് ആ അപ്പുറത്തേക്കുണ്ട് സ്റ്റേജിലുണ്ട്. തിരുക്രമങ്ങളുടെ പ്രാരംഭമായിട്ടുള്ള പ്രദക്ഷിണം ആരംഭിച്ചു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം പ്രാരംഭ ഗാനം ആലപിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്കായി നമ്മളെ തന്നെ ദൈവത്തിന് തിരുമുമ്പാകെ സമർപ്പിക്കാം. ഞങ്ങളുടെ മൊബൈൽ ഫോണുകൾ ദയവ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലന്റ് ആക്കുകയോ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. വേല ചെയ്യാ തിരുസഭയിൽ
ഒരു
Okay, I'll ask him now. No, you need to move now, Yeah, please. sure. Please. We can join here. No, you need to stop now. You need to stop now, please. Please. Before I Okay, fine. yeah, please. Be good. That's nice. That's fine. നമ്മുടെ മീഡിയയുടെ ഡെസിഗ്നേറ്റ് ഏരിയ എവിടെ മേളിലാണോ? എന്തോ മീഡിയയുടെ ഡെസിഗ്നേറ്റ് ഏരിയ ഏറ്റവും മുകളിലാണ്. ആണോ? ഓക്കെ ഫൈൻ. ദാറ്റ്സ് ഫൈൻ. Can I take your name? Can I take your name? My name is Joyce. Joyce, full name na? Full name പറ്റി അറിയാം. പേര് നോക്കിയാൽ മതി. Okay, one second. My name is Joyce George. Take action. Thank you. Thank you. Please go on. Do you mind moving out? Okay. ടെലികാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. താങ്കൾ ഇപ്പോൾ ഇവിടുന്ന് മാറണം. ഇവിടെ അലോക്കേറ്റഡ് ആളുകൾക്കുള്ളതാണ്. താങ്കൾക്ക് ഇവിടെ മാറിയാൽ മതിയോ? എങ്ങോട്ടാ മാറണ്ടേ? എന്തോ മുകളിലേക്ക് പോകാം. ഫൈൻ. മുകളിലേക്ക് പോകും. ഓക്കെ ഫൈൻ. ഓക്കെ. എവിടെ കറക്റ്റ് പറഞ്ഞതാ. You should tell me where should I stand. No, you tell me where should I stand. Okay? You don't teach me. You petty man, don't teach me. Okay? I'm telling you. എന്നെ അറിയിക്കുക. No, be mature. ഇതല്ലേ കുറച്ച് കഴിയുമ്പോൾ തരണേ. കേട്ടോ? താങ്ക് യു കേട്ടോ. No. I don't want to talk. I don't want to talk to you. No. Please be seated. Mar Sebastian Vadakkal, the chairman of the Syro-Malabar Synod Commission for Evangelization and Pastoral Care of Migrants, welcomes all who are gathered here. Your Beatitude, Major Archbishop George Cardinal Alinteri, Lord Colonel Jody, Vice Lieutenant of Lancashire, the Right Worshipful, the Mayor of President Councillor John Collins, Your Grace, Archbishop Michael Campbell,
Bishop of Lancaster, my dear archbishops, bishops, respected civil dignitaries, my dear fathers, dear sisters, dear brothers, deacons, religious brothers and sisters, all the dear faithful ones, ladies and gentlemen. A very, very cordial welcome to every one of you to this beautiful, graceful celebration of the Episcopal ordination of Ma Joseph Schrambikel and the enthronement of Joseph Schrambikel as the first bishop of the Eparchy of Great Britain of the Syro-Malabar Church. We are really happy that we have here with us as the main shepherd and consecrator, the head and father of our church, His Beatitude George Cardinal Alancheri, the Major Archbishop, and co-consecrators, Bishop Michael Campbell, Bishop Joseph Galranat, and many archbishops and bishops from the Syro-Malabar Church, from Great Britain, different dioceses and archdioceses, and many, many fathers and sisters, and respected civil dignitaries with us. On behalf of the Syro-Malabar Church, on behalf of the Bishop-elect Joseph Schrambikel, I extend to every one of you a very, very cordial welcome. We are here in Preston. Preston is the see where the first bishop of Great Britain of the Syro-Malabar Church will have his seat. And we have with us the Mayor of Preston, Councillor John Collins, with us. It's a great privilege to us. And we have Colonel Jolly, Vice Lieutenant of Lancashire, with us. We are really happy that you have graced this occasion. And on behalf of every one of us here, extend to you a very, very cordial welcome. A very, very cordial welcome to our bishops, archbishops from Great Britain, from the different dioceses. We have the bishops from different sister churches here. To every one of you, very, very cordial welcome. Let us have a wonderful, beautiful experience, God experience, mystical experience during this celebration of the Episcopal ordination, and followed by the enthronement of the new bishop. May God bless every one of us. Thank you so much. Now the papal decree, erecting the Syro-Malabar Eparchy of Great Britain, appointing Father Joseph Schrambikel as its first bishop, is read out in Latin original by Father Matteo De Mori. Franciscus Episcopus, servus vorum Dei, ad perpetuam rei memoriam.
in apostolorum principis cathedra constituti, solliciti quoque de spirituali salute, atque regimine Christi Fidelium Syro Malavariensium in Anglia, Cambria et Scotia, commorantium. Visum est pro iisdem eparchiam novam condere. Nos igitur, hoc ipso die audito consilio venerabilis fratris nostri, sancte Romane Ecclesiae cardinalis prefecti congregationis pro ecclesiis orientalibus, re mature perpensa, summa apostolica autoritate condimus eparchiam Magnae Britanniae Syro Malavarensium, cunctis cum iuribus et obligationem talium ecclesiarum propriis, cuius sedem eparchialem ponimus in urbe Prestonensi, dum eiusdem constitutio et administratio ad normas codicis canonum ecclesiarum orientalium fient, quae vero iussimus ad effectum rite adducantur, deque absoluto negotio sueta documenta exarentur, e ad memoratam congregationem mittantur. Anc denique apostolicam constitutionem nunc et in posterum ratam esse volumus, contrariis rebus nihil obstantibus. Datum Rome, apud Sancto Petrum, die 16 mensi Iulii, anno Domini bis 1016, jubileo misericordiae, pontificatus nostri quarto. Petrus Cardinalis Parolin, Secretarius Status. Leonardus Cardinalis Sangri, Prefectus Congregationis pro Ecclesii Orientalibus. Now I invite Father Robert Billing to read the English translation of the papal decree. Francis, Bishop, servant of the servants of God, elected to the chair of the Prince of Apostles, and concerned also about the spiritual welfare and the government of the Syro-Malabar Christians resident in England, Wales, and Scotland. It seems proper to erect for them a new eparchy. We, therefore, this same day, having heard the advice of our venerable brother, His Most Reverend Eminence, the Cardinal Prefect of the Congregation for the Eastern Churches, and after mature deliberation, we establish by the Supreme Apostolic Authority the Syro-Malabar Eparchy of Great Britain, with the proper rights and obligations of all the Eastern Churches, whose eparchial headquarters we locate in the city of Preston, while its constitution and administration should be according to the norms of the Code of Canons of the Eastern Churches. We order that these be put into effect, and once they have been put into execution, let all the usual documents be prepared and sent to the above-mentioned congregation. Finally, we want this apostolic constitution to be ratified and remain valid now and in the future, whatsoever obstacles notwithstanding. Given in Rome at St. Peter's on the 16th day of the month of July, in the year of the Lord, 2016, in the Jubilee year of mercy, the 4th year of our pontificate. Signed, Francis, our Pope.
Franciscus Episcopus, servus servorum Dei, dilecto figlio Iosefo Benni Matteo Srampical, e clero eparchie Palaiensis Siro Malabariensium, actenus Rome gerenti vices rectoris collegi urbani de propaganda fide, electo episcopo 9 eparchie Magne Britanniae Siro Malabarensium, salutem et apostolicam benedictionem. Cum preficiendum sit quidem sacrorum antistites 9 eparchie Magne Britanniae Siro Malabarensium, hoc ipso die a nobis in Magna Britannia condite per apostolicam constitutionem in apostolorum principis, auditis quorum interest, ac presertim venerabili fratre nostro, Sancte Romane Ecclesiae Cardinale Prefecto Congregationis pro Ecclesiis Orientalibus, tu, dilecte fili, claris dotibus ornatus, rerumque pastoralium ac theologiae biblice peritus, videris idoneus illi regende. Summa igitur apostolica potestate, te nominamus, Magne Britanniae Siro Malabarensium eparchie Episcopus, cunctis cum iuribus et officis ad normam codicis canonum ecclesiarium orientalium, e idem muneri annexis. Quod attinet ad ordinationem tuam, atque professionem fidei, nec non ad promissionem obedientiae erga nos et nostros successores, normas memorati codicis servabis. Mandamus in super, ut e littere in notitiam veniant cleri populique tui, quos ortamur ut deleti accipiant, tecumque coniuncti maneant. Pro te, denique dilecte fili, auspice Virgine Maria, voce perenni apostolorum, paracliti spiritus dona possimus, quibus adiutus fideles tibi creditos pascas adibita. Maxime caritate precipua pastorum virtute. Eadem opitulante pax et ac lux Christi sint semper tecum, e cum ista ecclesiali communitate nobis carissima. Datum Rome, apud Sancto Petrum, die 16 mensi Iulis, anno Domini bis 1016, Jubileo misericordiae, pontificatus nostri quarto. Franciscus. Francis, Bishop, servant of the servants of God, to our beloved son, Joseph Benny Matthews Lampickle, from the clergy of the Syro-Malabar Eparchy of Palais, currently serving as Vice-Rector of the Pontifical Urban College of De Propaganda Fide, elected Bishop of the new Syro-Malabar Eparchy of Great Britain, greetings and apostolic blessing. Since it is necessary that a prelate should preside over the new Syro-Malabar Eparchy of Great Britain, established by us on this same day, through the Apostolic Constitution in Apostolorum Principis, having heard those concerned, especially our venerable brother, His Most Reverend Eminence, the Cardinal Prefect of the Congregation for Oriental Churches, you, beloved son, endowed with shining gifts and expert in the pastoral field and biblical theology, are seen to be apt for its governance.
Therefore, with the supreme apostolic authority, we appoint you Bishop of the Syro-Malabar Eparchy of Great Britain, together with all the rights and duties attached to the same office in accordance with the norms of the Code of Canon Law of the Oriental Churches. With regard to the ordination, your profession of faith, and the promise of obedience towards us and our successors, you will follow the rules of the aforementioned code. We order also that these letters be brought to the notice of your clergy and people. We urge them to gladly accept you and remain united with you. Finally, beloved Son, through the intercession of the Virgin Mary and with the perennial voice of the apostles, we ask for the gifts of the Holy Spirit, the Paraclete, with which to help you nourish the faithful entrusted to your care, especially through charity, the chief virtue of pastors. As much we love, so much we nourish. May the peace and light of Christ be always with you, and with that ecclesial community so dear to us. Given in Rome at St. Peter's on the 16th day of the month of July, in the year of our Lord 2016, in the Jubilee year of mercy, the 4th year of our pontificate. Signed, Francis, our Pope. Now I humbly request His Beatitude, George Cardinal Alan Cherry, the father and head of our church, to say a few words of introduction. My dear brothers and sisters in Jesus Christ, and Your Excellency, the Mayor, and other respected civil dignitaries, to all of you, my greetings of the day. This is a historic day. Our beloved Pope Francis has written a new chapter in the history of the Catholic Church in Great Britain, an Oriental chapter. After the first Oriental chapter for the Ukrainian Church, he has added this second chapter for the Syro-Malabar Church. We are all assembled here today to celebrate this erection of the Eparchy of Great Britain for the Syro-Malabar faithful and the episcopal ordination of Bishop Joseph Sarambike. This is a day of thanksgiving to God and rededication of ourselves for the service of the people of God. It is a matter of joy, not only for the Syro-Malabar faithful in Great Britain, but also for the whole church in this great country. The new eparchy will join hands with the Episcopal Conferences of England and Wales and of Scotland. The Eparchy of Great Britain will serve the Syro-Malabar faithful in total communion with the Catholic Church of Latin Rite and of the Oriental Eparchy of the Ukrainian Church. You can very well see this spirit of communion now in this celebration also, with the presence of 8 bishops from Great Britain, headed by Archbishop Malcolm McHaven of Liverpool, and another 8 bishops, including Archbishop Joseph Perindottam and Archbishop Matthew Mulekart from Kerala, present here.
Let us thank God, first of all, for this gift of the new eparchy and the new bishop. I thank in a very special way the Episcopal Conferences of England and Wales and of Scotland for having wholeheartedly supported the new ecclesiastical structure for the mission of the Syro-Malabar Church in Great Britain. Bishop Michael Campbell of Lancaster deserves our special thanks for the personal interest he has shown for this pastoral project and also for granting us St. Ignatius Church Preston of his diocese as a gift to the Syro-Malabar Church. To add to our joy, we have him as the co-consecrant with me to ordain the new bishop-elect. We have renamed the St. Ignatius Church St. Alphonsa Church, and the Apostolic See has elevated it to be the cathedral of the new eparchy. Bishop Michael Campbell, you have been with great interest all along the process of the erection of the new eparchy, together with the Apostolic See and the Synod of Bishops of the Syro-Malabar Church. Thank you very much. I also remember with thanks Bishop Patrick O'Donoghue, former Bishop of Lancaster, who also promoted the growth of the Syro-Malabar Church in this diocese and appointed Jesuit priests as pastors. As I understand, it is Father Joseph Thaiparambil S.J. who celebrated for the first time Syro-Malabar Kurbana in St. Ignatius Church, Preston. The service rendered by the Major Archiepiscopal Commission for Evangelization and Pastoral Care of the Migrants, headed by First Bishop Gregory Karotambrail CMI, and then Bishop Sebastian Vadakail MST, and their secretaries, is to be remembered with a never-ending gratitude. This is also the time to remember with gratitude all the prayers coordinated by Reverend Father Thomas Paray Adil, MST, and others, according to the directions of the respective bishops, in one way or other, rendered pastoral care of the Syro-Malabar faithful in different parishes and institutions until now. I earnestly request all the priests and the permanent deacon presently serving the Syro-Malabar faithful in Great Britain to cooperate wholeheartedly with the new bishop according to the canonical regulations of the church. Let us have these thoughts when we enter into the liturgy of the Episcopal ordination and the Holy Quran. Today, the Church commemorates Blessed John Henry Newman of Great Britain. We do not celebrate the feast today being Sunday, but we commemorate him here. The new bishop-elect, when he venerates the relics of the church, he will venerate also the relic of Blessed John Henry Newman, together with the relics of the saints of the Syro-Malabar Church. With these words, I entreat all of you to be recollected and to get into the liturgy of the ordination and the Holy Quran. The bishop-elect now venerates the relics of martyrs. The Syriac word Sahada, which means witness, is used by St. Thomas Christians to refer to martyrs and martyrdom.
The ceremony reminds us of all the martyrs who bore witness to the gospel with their lives. It reminds the newly elected bishop that he has to bear witness the gospel by his life. The bishop-elect now makes the profession of faith. സത്യവിശ്വാസം സംരക്ഷിക്കുവാനും പഠിപ്പിക്കുവാനും കടപ്പെട്ടവരാണ് പട്ടക്കാർ. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സഭയുടെ വിശ്വാസം ഏറ്റുപറയുന്നു. അതോടൊപ്പം സഭാധികാരികളെ അനുസരിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി സഭയുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ വിശ്വാസ പ്രതിജ്ഞ അനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി അദ്ദേഹത്തോടൊപ്പം നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. മെത്രാനാകാൻ നിയുക്തനായ ഞാൻ സ്ലാമിക്കൽ ജോസഫ് തിരുസഭയുടെ വിശ്വാസ പ്രമാണത്തിലുള്ള എല്ലാ സത്യങ്ങളും ദൃഢമായി വിശ്വസിക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സ്വരത്തിന്റെ സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യോഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു.
പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞാൻ ഏറ്റുപറയുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികവുമായ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പായോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പായെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ഗീവർഗീസ് മെത്രാപ്പോലീത്തായോട് സഭാ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ വിധേയത്വം ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. Now begins the service of the Episcopal ordination with the Lord's Prayer, followed by a recitation of psalms, incensing and 4 canona cycles consisting of psalms, hymns and prayers. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിച്ചുകൊണ്ടാണ് അഭിഷേക കർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. തുടർന്ന് പൗരോഹിത്യത്തിന്റെ പൂർണ്ണത പ്രദാനം ചെയ്യുന്ന ഈ ആധ്യാത്മിക ശുശ്രൂഷ പരികർമ്മം ചെയ്യുവാനുള്ള കൃപ നൽകണമേ എന്ന് സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷകളിൽ പങ്കുചേരാം. Thank you.
പരിശുദ്ധമായിടേണം രാജ്യമെന്നെന്നും വന്നിടണം പാരി പരിശുദ്ധൻ 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 സ്വർഗ്ഗത്തിൽ വാഴും പിതാവാകും ദൈവമേ നിൻ മഹിമാവെന്നും പൂരിതമാം മാനവരും നിന്നെ പാടവരും പാടും പരിശുദ്ധൻ 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 സമാധാനം നമ്മോടുകൂടെ. അത്യുന്നതനായ ദൈവമേ, അങ്ങയുടെ ആരാധ്യവും സ്തുത്യർഹവുമായ നാമത്തെ സ്വർഗവാസികളും ഭൂവാസികളും ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബലഹീനരായ ഞങ്ങളെ അങ്ങയുടെ അളവറ്റ കൃപയാൽ ശക്തരാക്കണമേ. അങ്ങ് കാരുണ്യപുറം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നതും പൗരോഹിത്യത്തിന്റെ പൂർണ്ണത പ്രദാനം ചെയ്യുന്നതുമായ ഈ ആധ്യാത്മിക ശുശ്രൂഷ നിർമ്മല ഹൃദയത്തോടും ശുദ്ധമനസാക്ഷിയോടും കൂടെ പരികർമ്മം ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Please be seated. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ദാവീദിനെ ഓർക്കണമേ. അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകൾ അങ്ങ് തന്നെ മറന്നു കളയരുതേ. മിശിഹായെ, നിന്റെ പുരോഹിതരെ കാത്തരുളേണമേ. സഭയിൽ നിന്റെ സമാധാനം വസിപ്പിക്കണമേ. അദ്ദേഹം കർത്താവിനോട് സത്യം ചെയ്തു, യാക്കോബിന്റെ ദൈവത്തോട് ശപഥം ചെയ്തു. യാക്കോബിന്റെ ദൈവമായ കർത്താവിന് വേണ്ടി ഞാൻ ഒരാലയം തീർക്കുന്നത് വരെ എന്റെ ഭവനത്തിൽ ഞാൻ പ്രവേശിക്കുകയില്ല. ഞാൻ ശൈലിയിൽ കിടക്കുകയോ എന്റെ കണ്ണ് പൂട്ടുകയോ ചെയ്യുകയില്ല. അഫർസായിൽ വെച്ച് പേടകത്തെ പറ്റി കേട്ടു. യാറിന്റെ വയലിൽ ഞങ്ങളത് കണ്ടെത്തി. നമുക്ക് കൂടാരത്തിൽ പ്രവേശിച്ച് അവിടുത്തെ പാദപീഠം വണങ്ങാം. അങ്ങേ മഹനീയ പേടകത്തോടൊപ്പം അങ്ങ് വിശ്രമസ്ഥലത്തേക്ക് എഴുന്നള്ളണമേ. അങ്ങേ ആചാര്യന്മാർ പരിശുദ്ധരായിരിക്കണം, വിശ്വാസികൾ ഉല്ലസിച്ചാനന്ദിക്കട്ടെ. അങ്ങേ ദാസനായ ദാവീദിനെ ഓർത്തെങ്കിലും അങ്ങേ അഭിഷിക്തനെ തള്ളിക്കളയരുതേ. നിന്റെ സന്താനങ്ങൾക്ക് തന്നെ നിന്റെ സിംഹാസനം ഞാൻ നൽകുമെന്ന് ദാവീദിനോട് കർത്താവ് ശപഥം ചെയ്തു. കർത്താവിന്റെ വാഗ്ദാനം അവിടുന്ന് ഒരിക്കലും ലംഘിക്കുകയില്ല. നിന്റെ മക്കൾ എന്റെ കൽപ്പന പാലിക്കട്ടെ, ഞാൻ പഠിപ്പിച്ച നിയമങ്ങളെല്ലാം അവർ അനുസരിക്കട്ടെ. അപ്പോൾ അവരുടെ മക്കൾ തന്നെ എന്നെന്നും ഭരണം നടത്തും. സിഹിയോൻ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, അത് തന്റെ വാസസ്ഥലമായി സ്വീകരിക്കുകയും ചെയ്തു. അതെന്നേക്കും എന്റെ വിശ്രമസ്ഥലമായിരിക്കും. അവിടെ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിന്റെ വിഭവങ്ങളെ അനുഗ്രഹിക്കും, അവിടെയുള്ള ദരിദ്രരെ ഞാൻ പോറ്റും. അതിന്റെ പുരോഹിതരെ ഞാൻ രക്ഷിക്കും. വിശ്വാസികൾ ഉല്ലസിച്ചാനന്ദിക്കും. അവിടെ ദാവീദിനൊരു പുഷ്പം വിരിയും, എന്റെ അഭിഷിക്തന് ഞാൻ ഒരു വിളക്ക് കൊടുക്കും. അവന്റെ ശത്രുക്കളെ ഞാൻ പരാജയപ്പെടുത്തും. എന്റെ കിരീടം അവന്റെ ശിരസിൽ പ്രകാശം പരത്തുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മിശിഹായേ, നിന്റെ പുരോഹിതരെ കാത്തരുളേണമേ. സഭയിൽ നിന്റെ സമാധാനം വസിപ്പിക്കണമേ. സമാധാനം നമ്മോടുകൂടെ. ജീവിക്കുന്നവനും ജീവൻ നൽകുന്നവനും വിശുദ്ധീകരിക്കുന്നവനും എല്ലാ വിജ്ഞാനത്തിന്റെയും സമർത്ഥമായ നിക്ഷേപവും എല്ലാ ആത്മീയദാനങ്ങളുടെയും ഉറവയും മഹത്വത്തിന്റെ വിശുദ്ധ കിരണങ്ങളാൽ എല്ലാറ്റിനെയും സദാ പ്രകാശിപ്പിക്കുന്നവനുമായ റൂഹായെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെ സത്തയിൽ നിന്ന് സമയത്തിന് അതീതനായി പുറപ്പെടുകയും സ്വശക്തിയാൽ ആകാശത്തിലും ഭൂമിയിലും സർവ്വതും പ്രവർത്തിക്കുകയും തന്റെ ദിവ്യദാനങ്ങളുടെ ഉറവകളിൽ നിന്ന് പ്രവാചകത്വത്തിന്റെ അരുവികൾ പുറപ്പെടുവിക്കുകയും തന്റെ കരുണാസാഗരത്തിൽ നിന്ന് ശ്ലൈഹിക വരങ്ങൾ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു.
ശ്ലൈഹിക പൗരോഹിത്യത്തിന്റെ ദാനങ്ങൾ നീതിമാനായ ഈ ദാസന്റെ ഹൃദയത്തിൽ അങ്ങ് വർഷിക്കണമേ. പ്രധാനാചാര്യത്വത്തിന്റെ കിരീടം അങ്ങയുടെ ആരാധകന്റെ ശിരസിൽ അണിയിക്കണമേ. തന്റെ പ്രബോധനം വഴി തന്റെ ആത്മീയ മക്കളെ ഇദ്ദേഹം പ്രശോഭിപ്പിക്കട്ടെ. തന്റെ അജഗണത്തിൽ നിന്ന് അന്ധകാരത്തിന്റെ ശക്തികളെ ഇദ്ദേഹം അകറ്റിക്കളയട്ടെ. പിതാവിനോടുകൂടെ ഏകസത്യയായവനും ദൈവത്വത്തിൽ സമനായി വാഴുന്നവനും ആത്മീയ വരങ്ങളുടെ ദാതാവുമായ സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദൈവത്തിനായുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും ബഹുമാനത്തിന്റെയും സ്വർഗത്തിലേക്ക് ഉയരുന്ന നിരന്തരമായ പ്രാർത്ഥനയുടെയും പാപവിമോചനത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും പ്രതീകമാണ് ധൂപാർപ്പണം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് തന്റെ റൂഹായെ അയച്ച് സമർപ്പിതരായ ശ്ലീഹന്മാർക്കും വിശുദ്ധർക്കും ജ്ഞാനം പകർന്നു നൽകിയതിനെ ഉദ്ഘോഷിക്കുന്നതിനിടയിൽ ശംശാന മദ്ബഹ ധൂപിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ഇത് അങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ അജഗണത്തിന്റെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്നേക്കും. കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിൻ നിസ്തുലവരദാനം ജ്ഞാനം പകരുന്നു. അഗ്നിയിലെന്നും തീവ്രത്തിൻ ശക്തി മഹത്വം വെളിവാക്കി തന്നുടെ കൃപയാ വൈദികരെ പൂർണ്ണതയേവം നൽകുന്നു. സ്തുത്യർഹൻ ദൈവം പരിശുദ്ധൻ. എന്റെ കർത്താവേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ദാസന്റെ മേൽ പരിശുദ്ധാത്മാവിനെ ആവസിപ്പിക്കണമേ. നിന്റെ അജഗണത്തിന്റെ ഇടയനായി തീരുവാൻ നിന്റെ മുഖത്തിന്റെ തേജസ് ഇദ്ദേഹത്തിന്റെ മേൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ മഹത്വത്തിന്റെ വസ്ത്രം ഇദ്ദേഹത്തെ ധരിപ്പിക്കണമേ. നിന്റെ അജഗണത്തെ നിന്റെ തിരുമനസ്സിനൊത്തവണ്ണം നയിക്കുവാൻ നിന്റെ അധികാരവും തിരുവചനമാകുന്ന വാളും ഇദ്ദേഹത്തിന് നൽകണമേ. നിന്റെ അഭീഷ്ടമനുസരിച്ച് നിന്നെ പ്രീതിപ്പെടുത്തുന്നതിനും നിന്റെ സാന്നിധ്യത്തിന്റെ ആലയമായി തീരുന്നതിനും നിന്റെ ശക്തിയിൽ നിന്ന് ദേഹത്തിന് ശക്തി പ്രദാനം ചെയ്യുകയും നിന്റെ വലതു കരത്തിൽ നിന്ന് സഹായം നൽകുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. നാല് കാനോന ഗണങ്ങളാണ് മേൽപ്പെട്ടം കൊടുക്കൽ ശുശ്രൂഷയിലുള്ളത്. മേൽപ്പെട്ടക്കാരൻ ഏറ്റെടുക്കുന്ന സവിശേഷമായ ദൗത്യങ്ങളെ വിശദീകരിക്കുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളും സങ്കീർത്തനങ്ങളും അടങ്ങിയ പ്രാർത്ഥനാ സമുച്ചയമാണ് കാനോന. 4 കാനോനുകൾ സുവിശേഷകന്മാരുടെ 4 പ്രതീകങ്ങളെ സൂചിപ്പിക്കുന്നു. ഓരോ കാനോനുകളുടെയും സമയത്ത് നിയുക്ത മേൽപ്പെട്ടക്കാരൻ തന്നെ താഴ്ത്തി 3 പ്രാവശ്യം വീതം 12 തവണ സാഷ്ടാംഗം പ്രണമിച്ച് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. നല്ല വിവേകവും
നല്ലവനായ എന്റെ കർത്താവേ, നിന്റെ കൃപയുടെ ശക്തി നിന്റെ ആരാധകന് നീ പ്രദാനം ചെയ്യണമേ. കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അബദ്ധസഞ്ചാരിയായിരുന്നു. ഇപ്പോൾ അങ്ങയുടെ ഉപദേശങ്ങൾ എനിക്ക് സ്വീകാര്യമായി തോന്നുന്നു. അങ്ങയുടെ പ്രവൃത്തികളും നല്ലവയാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അഹങ്കാരികളുടെ വഞ്ചന വർദ്ധിച്ചു, എങ്കിലും ഞാൻ പ്രമാണങ്ങൾ കൃത്യമായി പാലിച്ചു. അവരുടെ ഹൃദയത്തിൽ നന്മയില്ല, ഞാനോ അങ്ങയുടെ നിയമങ്ങൾ അനുസരിച്ചു. കഷ്ടപ്പാടുകൾ എനിക്ക് ഉപകരിച്ചു, അവ മൂലം ഞാൻ പ്രമാണങ്ങൾ പഠിച്ചു. പൊന്നിനെയും വെള്ളിയേക്കാൾ അങ്ങയുടെ കൽപ്പന എനിക്ക് വിലപ്പെട്ടതാകുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സ്ത്രീഹന്മാർക്ക് അധികാരം നൽകിയ നല്ലവനായ എന്റെ കർത്താവേ, നിന്റെ കൃപയുടെ ശക്തി നിന്റെ ആരാധകന് നീ പ്രദാനം ചെയ്യണമേ. ശിഷ്യന്മാരുടെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കർത്താവേ നിന്റെ ആരാധകരുടെ മേൽ വസിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശിഷ്യന്മാരുടെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കർത്താവേ നിന്റെ ആരാധകരുടെ മേൽ വസിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. Lord God, who came down upon Moses on Mount Sinai to give the Israelites the law, the shadow of the New Testament, and anointed Aaron and his sons for the interim priesthood, let your power fill up in this servant. May the Spirit who descended in the form of tongues of fire upon the apostles in the upper room and chose them to proclaim the holy name to all the nations, come down to dwell in your servant whom you have chosen. Grant him the chief position in the dispensation of the divine mysteries in the church. May he be raised from power to power and from glory to glory in the high priesthood that undertakes the sharing of your gifts. O Lord, as you chose Matthias in the place of Judas through Peter, appoint him, chosen by our common father in Rome, Pope Mar Francis, to feed your flock worthily and all his life in the Diocese of Preston. Giver of all divine gifts, Lord of all forever. Amen. മൂശ പരിശുദ്ധനാകുന്നു. അങ്ങയോട് പ്രാർത്ഥിക്കുന്നവരിൽ സാമുവേലും പുരോഹിതന്മാരിൽ അഹ്റോനും പരിശുദ്ധരാകുന്നു. രാജാക്കന്മാരുടെ രാജാവും പുരോഹിതന്മാരെയും വിശുദ്ധരെയും അഭിഷേചിക്കുന്നവനുമായ മിശിഹായെയും നിന്റെ ഈ ദാസനെ വിശുദ്ധിയുടെ തൈലത്താൽ അഭിഷേകം ചെയ്യണമേ. അജപാലനാധികാരവും ഇടയന്റെ വടിയും ഇദ്ദേഹത്തിന് നൽകണമേ. നിർമ്മല ഹൃദയത്തോടും ശുദ്ധമനസാക്ഷിയോടും കൂടെ നിന്റെ അജഗണത്തെ ഇദ്ദേഹം മേയിക്കട്ടെ. നിനക്ക് നിരന്തരമായ സ്തുതിയും പുകഴ്ചയും യോഗ്യമാകുന്നു. അവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയും